ഒരെണ്ണം. ഹായ് ഫ്രണ്ട്സ്, ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനം നന്നായിട്ടൊന്ന് ആദ്യം വഴറ്റിയെടുക്കണം. അതിനായിട്ട് പാൻ ചൂടാക്കി നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ശേഷം ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പം പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ അതിനകത്ത് ചേർത്തു. കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തിരുന്നു. മുട്ട പയ്യെ നമ്മൾ പൊട്ടിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പാകമാക്കി വെച്ചു. അപ്പം നമ്മുടെ സവോളയും തക്കാളിയും നന്നായിട്ട് പാകമായി വന്നു. അതിനകത്തേക്ക് ശകലം മീറ്റ് മസാല ചേർത്തിട്ട് ഒരല്പം ചാറാക്കി മാറ്റി. എന്നിട്ട് നമ്മൾ ഈ പുഴുങ്ങിയ വെച്ചിരിക്കുന്ന മുട്ട അതിനകത്തേക്ക് നന്നായിട്ട് ചേർത്ത് കുറച്ച് നേരം അടച്ചു വെച്ചു. പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായി. കാത്തുക്കുട്ടനെ ഞാൻ മുട്ട റോസ്റ്റായിട്ട് കൊടുത്തില്ല, അതിൽ നിന്നൊരു മുട്ട എടുത്ത് മാറ്റിയിരുന്നു. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ അവൾക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് വെച്ചാലും ഗണപതിക്ക് ആദ്യം കൊടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഞാൻ എൻ്റെ കെട്ടിയോടെ തന്നെയാണ് വിളിച്ചത്. ഇപ്പോൾ പുള്ളിക്കാരത്തെ ചപ്പാത്തി മുട്ട റോസ്റ്റ് അവിടെ ഇരുന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ ഞാനും പോയി കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ഓക്കെ, ബൈ ബൈ.